സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണല്ലോ സുജയ ഈ ധവളപത്രത്തിലൂടെ വ്യക്തമാകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാർ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട് UDF പറഞ്ഞിരുന്നത് ഈ KSRTCയിൽ ഈ പറയുന്ന സൗജന്യ യാത്ര സ്ത്രീകൾക്ക് ഒരുക്കും എന്നുള്ളതായിരുന്നു. അതിൽ എനിക്ക് സംശയമുണ്ട്. അതായത് എല്ലാ ബസ്സുകളിലും എന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് അതിൽ സംശയമുണ്ട്. മാത്രമല്ല അതിൽ പ്രധാനമായും ഉദ്ദേശിച്ചത് ഇപ്പൊ ഓർഡിനറിയിൽ മാത്രമെന്ന് അന്ന് പറഞ്ഞിട്ടില്ല. അല്ല, KSRTCയിൽ എന്ന് പറഞ്ഞിരുന്നു. KSRTCയിൽ എന്ന് പറഞ്ഞിരുന്നു. മൂന്നാറിലൊക്കെ സുഖമായിട്ട് യാത്രയ്ക്ക് പോകാൻ പറ്റും, ഫ്രീ ആയിട്ട് പോകാന്നൊക്കെ. പക്ഷേ ഞാൻ അതാണ് പറഞ്ഞത്, യാഥാർത്ഥ്യബോധ്യത്തോടുകൂടി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം യാഥാർത്ഥ്യബോധ്യത്തോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. KSRTCയുടെ ഒരു കണക്ക് ഞാൻ പറയാം. KSRTCയുടെ ഒരു കണക്ക്, അതായത് ഈ VD സതീശൻ പറഞ്ഞതിനപ്പുറത്താണ് KSRTCയുടെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ എത്രയാണ് ഒരു മാസം KSRTC ഈ സർക്കാരിന് കൊടുക്കുന്നറിയോ? 120 കോടി രൂപയാണ്. അതായത് 80 ലക്ഷം രൂപ അതിൻ്റെ ചെലവിനും 50 ലക്ഷം രൂപ ശമ്പളം പെൻഷനും കൂടെ 120 കോടി രൂപയാണ്. അങ്ങനെ 1200 കോടി രൂപയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെയാണ് ഇപ്പോൾ ഈ ഓർഡിനറി ബസ്സിൽ മാത്രമായി ഇത് നടപ്പാക്കുമ്പോൾ 800 കോടി രൂപ കൊടുക്കേണ്ടി വരുന്നത്. ഇനിയിപ്പോൾ മറ്റ് ബസ്സുകൾ നടപ്പാക്കിയ എത്രയാണ്? 1300 കോടി രൂപ കൊടുക്കേണ്ടി വരും. സംസ്ഥാന ഖജനാവിൻ്റെ അവസ്ഥ ഇതാണ്. രണ്ടാമത്തെ കാര്യം, ഈ കേരളത്തിൽ ഓടുന്ന KSRTC ബസ്സിൽ ഏതാണ്ട് 4500 ബസ് സർവീസുകളുണ്ട്. അതിൽ 2514 ബസ് സർവീസുകൾ അത് 15 വർഷം കഴിഞ്ഞ ബസ്സുകളാണ്. അവയെ അടിയന്തരമായി മാറ്റേണ്ടി വരും. ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 8390 കോടി രൂപയാണ് KSRTCക്ക് സർക്കാരിൽ നിന്ന് നൽകിയത്. അതിൽ 165 കോടി രൂപ മാത്രമാണ് ബസ് വാങ്ങാൻ വേണ്ടി മുടക്കാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാരിന്. അതിനർത്ഥമെന്ന് പറഞ്ഞത് കൂടുതൽ ബസ്സുകൾ വാങ്ങി കൂടുതൽ സർവീസ് നടത്തിയെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ നിലയിൽ KSRTCയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അല്ലെങ്കിൽ ഒരു കിനാവള്ളിയാണ് ഈ പറഞ്ഞ പദ്ധതി. കാരണം KSRTCയെ വരിഞ്ഞു മുറുക്കും. ഇപ്പോഴത്തെ നിലയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് അകമഴിഞ്ഞ് പിന്തുണയുണ്ടായില്ലെങ്കിൽ സ്വാഭാവികം അല്ലെങ്കിൽ KSRTC പൂട്ടിപ്പോകും എന്നുറപ്പാണ്. ഇതിലാണ് എൻ്റെ KSRTC നിലപാട്. രണ്ടാമത്തെ കാര്യം എനിക്കിന്ന് തോന്നിയത്, ഈ അദാനിയുമായി ബന്ധപ്പെട്ടുള്ള VD സതീശൻ്റെ നിലപാടുണ്ടല്ലോ. അതായത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം അവിടേക്ക് പോയത്, എവിടെയാണ് ഈ പറയുന്ന മംഗലാപുരത്തേക്ക് പോയത്. അത് വ്യക്തിപരമായ കാര്യത്തിലാണ് എന്ന് പറഞ്ഞ് VD സതീശൻ്റെ നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം താങ്കൾ ഒരു സാധാരണ നേതാവല്ല, പ്രതിപക്ഷ നേതാവായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിലാണ് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അവിടേക്ക് പോയത്. അതേക്കുറിച്ച് വ്യക്തമായൊരു മറുപടി പറയാൻ ഇതേവരെ VD സതീശന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ താങ്കൾക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ മറുപടി പറയേണ്ടുന്ന ബാധ്യത സ്വാഭാവികമായും താങ്കൾക്കുണ്ട്. കോൺഗ്രസിനുള്ളിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഈ ആരോപണം വരുന്നത്. കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകളിലടക്കം താങ്കൾക്കെതിരെ ആരോപണം ഉയർന്നിരുന്നതാണ്. ഈ സാഹചര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ട ബാധ്യത, ഉരുണ്ട് കളിക്കുകയല്ല, വ്യക്തത വരുത്തേണ്ട ബാധ്യത VD സതീശനുണ്ട്. Big TV, without fear or favor.